നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗികൾക്കായി NHSൽ ഡിജിറ്റൽ ഐ സ്ക്രീനിംഗ് പ്ലാനുകൾ പ്രഖ്യാപിച്ചു. പ്രമേഹമുള്ളവർക്കായി നേത്ര സ്കാനുകൾ നൽകാനുള്ള പദ്ധതികൾ NHS ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചു. ഇത് പ്രതിവർഷം 1,20,000 ആശുപത്രി അപ്പോയിന്റ്മെന്റുകൾ വരെ ലാഭിക്കുകയും കാഴ്ച നഷ്ടപ്പെടുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. നിലവിൽ ഏകദേശം 4 ദശലക്ഷം ആളുകൾ NHS ഡയബറ്റിക് ഐ സ്ക്രീനിംഗ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 3.3 ദശലക്ഷം ആളുകൾ 1-2 വർഷം കൂടുമ്പോൾ പതിവ് ഡിജിറ്റൽ സ്ക്രീനിംഗ് നടത്തുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതി സാധ്യത കൂടുതലുള്ള ആളുകൾക്ക് നൽകുന്ന OCD സ്ക്രീനിംഗിൽ ഇതിനകം നേത്രരോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഏകദേശം 60,000 ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലണ്ടനിലെ പ്രധാന സ്റ്റേഷനുകളിലേക്ക് 9 ദിവസത്തേക്ക് ട്രെയിനുകളില്ല. ക്രിസ്മസിന് മുൻപും ശേഷവുമുള്ള ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാരെ ലണ്ടൻ സെന്റ് പാൻക്രാസ്, ഹാർപെൻഡൻ, ബെഡ്ഫോർഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഡിസംബർ 21 ശനിയാഴ്ച മുതൽ 29 ഞായർ വരെ ട്രെയിനുകളൊന്നും ഓടില്ലെന്ന് നെറ്റ്വർക്ക് റെയിൽ, ഈസ്റ്റ് മിഡ്ലാൻഡ്സ് റെയിൽവേ, തേംസ് ലിങ്ക് എന്നിവർ അറിയിക്കുന്നു. ലണ്ടൻ സെന്റ് പാൻക്രാസിൽ നിന്ന് മിഡ്ലാൻഡ്സ് മെയിൻ ലൈനിലെ ല്യൂട്ടൺ എയർപോർട്ട് പാർക്ക്വേ, സെന്റ് ആൽബൻസ്, ബെഡ്ഫോർഡ്, നോട്ടിംഗ്ഹാം, ഡർബി, ഷെഫീൽഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാർക്ക് ഈ കാലയളവിൽ കാര്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഡിസംബർ 31-നകം വിദേശ സ്വത്തുക്കൾ വെളിപ്പെടുത്തിയില്ലെങ്കിൽ 10 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് ഇന്ത്യയുടെ ആദായനികുതി വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആദായനികുതി വകുപ്പ് നികുതിദായകർക്ക് തങ്ങളുടെ ITRൽ വിദേശ സ്വത്തുക്കളോ വിദേശത്തു നിന്ന് സമ്പാദിച്ച വരുമാനമോ വെളിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ 10 ലക്ഷം രൂപ പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതായത് ഇന്ത്യൻ നിവാസികൾക്ക് ഒരു വിദേശ ആസ്തിയിൽ ബാങ്ക് അക്കൗണ്ടുകൾ, ക്യാഷ് വാല്യൂ, ഇൻഷുറൻസ് കരാർ, ഏതെങ്കിലും സ്ഥാപനത്തിലോ ബിസിനസ്സിലോ ഉള്ള സാമ്പത്തിക താൽപ്പര്യം, കസ്റ്റോഡിയൽ അക്കൗണ്ട്, ട്രസ്റ്റുകൾ, ഇക്വിറ്റി, ഡെറ്റ്സ്, പലിശ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. യോഗ്യരായ എല്ലാ നികുതിദായകരും അവരുടെ ITRൽ വിദേശ അസറ്റ് അല്ലെങ്കിൽ വിദേശ സ്രോതസ് വരുമാനം ഷെഡ്യൂൾ നിർബന്ധമായും പൂരിപ്പിക്കണം. 2024-25 മൂല്യനിർണ്ണയ വർഷത്തേക്കുള്ള നികുതിദായകർ അവരുടെ ആദായ നികുതി റിട്ടേണിൽ എല്ലാ വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് കംപ്ലയിൻസ് കം അവയർനെസ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. കള്ളപ്പണ വിരുദ്ധ നിയമപ്രകാരമാണ് പിഴ ചുമത്തുക. വൈകിയതും പുതുക്കിയതുമായ ITR ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി 2024 ഡിസംബർ 31. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഹൗസിംഗ് എസ്റ്റേറ്റിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സ്കൂളുകൾ അടച്ചു. ജെറാൾഡ് സ്ട്രീറ്റിലെ ഒരു വാട്ടർ മെയിൻ പൊട്ടിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത്. ഡസൻ കണക്കിന് വീടുകളിൽ വെള്ളം ഇല്ലാതായതായും റിപ്പോർട്ടുകളുണ്ട്. ബാൽഡർസ്റ്റോണിലെ സെന്റ് മേരീസ് CE പ്രൈമറി, ഹോളി ഫാമിലി റോമൻ കാത്തലിക് സ്കൂൾ, സാന്റ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി പ്രൈമറി സ്കൂൾ എന്നിവയാണ് അടച്ചത്. യുണൈറ്റഡ് യൂട്ടിലിറ്റീസിലെ എഞ്ചിനീയർമാർ വാട്ടർ മെയിൻ നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അനുമതി. മലയാളികൾ അടക്കമുള്ള 10,000 പ്രതീക്ഷയിൽ. UKMalayali.com വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് UK സർക്കാർ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾക്കെതിരായ നിയമപരമായ വെല്ലുവിളിക്ക് ജുഡീഷ്യൽ അവലോകനത്തിന് അനുമതി ലഭിച്ചു. 2024 മാർച്ച് 11 പ്രാബല്യത്തിൽ വന്ന മാറ്റങ്ങൾ കെയർ വർക്കർമാരുടെയും അവരുടെ കുട്ടികളുടെയും പങ്കാളികളെയും UKയിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് തടയുന്നു. ഈ മാറ്റങ്ങളുടെ നിയമസാധുതയും കെയർ വർക്കർമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും അവകാശങ്ങൾ അവ ചെലുത്തുന്ന സ്വാധീനവും ജുഡീഷ്യൽ അവലോകനം പരിശോധിക്കും. കുടിയേറ്റ തൊഴിലാളികളെ പിന്തുണയ്ക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ വെല്ലുവിളി ഉയർത്തുന്നത്. പുതിയ നയം അന്യായവും വിവേചനപരവുമാണെന്ന്, അത് അവരുടെ ജോലികൾ ഫലപ്രദമായി ചെയ്യാനുള്ള കെയർ വർക്കർമാരുടെ കഴിവിനെ ദോഷകരമായി ബാധിക്കുമെന്നും വാദിക്കുന്നു. എന്നാൽ മൈഗ്രേഷൻ നിയന്ത്രിക്കുന്നതിനും UKയുടെ പൊതുസേവനങ്ങൾ സംരക്ഷിക്കുന്നതിനും അവ ആവശ്യമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സർക്കാർ ഈ മാറ്റങ്ങളെ ന്യായീകരിച്ചു. എന്നിരുന്നാലും ജുഡീഷ്യൽ പുനരവലോകനത്തിന് അനുമതി നൽകാനുള്ള തീരുമാനം പുതിയ നിയമങ്ങളുടെ നിയമസാധുതയും ന്യായത്തെയും കുറിച്ച് കാര്യമായ ആശങ്കകളുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. കുടിയേറ്റ തൊഴിലാളികളെ പിന്തുണയ്ക്കുന്ന മൈഗ്രൻസ് അറ്റ് പാർക്ക് എന്ന സംഘടനയാണ് കുട്ടികളെയും പങ്കാളികളെയും UKയിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് വിലക്കാനുള്ള സർക്കാരിന്റെ പുതിയ നയത്തിനെതിരെ നിയമപരമായ വെല്ലുവിളി ആരംഭിച്ചത്. അടുത്ത കാലത്തൊന്നും ഊർജ്ജവിലയിൽ കുറവ് വരാൻ ഇടയില്ല എന്ന് പുതിയ റിപ്പോർട്ട്. കൺസൾട്ടൻസി കമ്പനിയായ കോൺവോൾ ഇൻസൈറ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് ഈ അടുത്ത ഭാവിയിൽ ഊർജ്ജവില കുറയാൻ സാധ്യതയില്ല എന്നും പകരം വർദ്ധിക്കാനാണ് കൂടുതൽ സാധ്യതയെന്നും പറയുന്നത്. 2025 ജനുവരിയിൽ ഗ്യാസിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും വിലയിൽ 1% വർധനവ് ഉണ്ടാകാൻ ഇരിക്കെയാണ് ഇപ്രകാരമുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഒരു ഉപഭോക്താവിന് ഒരു വർഷത്തെ ഊർജ്ജ ബില്ല് 1,717 നിന്ന് 19 പൗണ്ട് വർദ്ധിച്ച് 1,736 എത്തും. റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്ന അവസ്ഥയിൽ മോശം കാലാവസ്ഥയും നോർവീജിയയിലെ ഗ്യാസ് പ്ലാന്റിൽ നടക്കുന്ന മെയിൻ്റനൻസ് പണിയും കാരണമാണ് ഊർജ്ജവില കുറയ്ക്കാൻ സാധിക്കാത്തതെന്ന് കോൺവോൾ ഇൻസൈറ്റ് പറയുന്നു. രാജ്യത്തെ 11 കുടുംബങ്ങൾക്ക് 3,000 പൗണ്ട് കൗൺസിൽ ടാക്സ് ബില്ലുകൾ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്.
പണപ്പെരുപ്പത്തിന്റെ 3 നിരക്കിൽ കൗൺസിൽ ചാർജ് വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അനുമതി നൽകി. 5% ക്യാപ്പ് നിലനിർത്താൻ തീരുമാനിച്ചതോടെ ഏപ്രിൽ മാസത്തിൽ 109 പൗണ്ട് വർദ്ധിച്ച് 2280 പൗണ്ടായി നിരക്ക് ഉയർത്തും. 2025-26 വർഷത്തിൽ ഏകദേശം 2.5 മില്യൺ കുടുംബങ്ങളാണ് 3000 പൗണ്ട് കൗൺസിൽ ടാക്സ് ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. നിലവിൽ 4,36,000 പേരാണ് ഈ നിരക്കിൽ ബില്ലടയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 10.1 മില്യൺ ഭവനങ്ങൾക്കാണ് 2000 പൗണ്ട് കൗൺസിൽ ടാക്സ് നൽകിയത്. ഇംഗ്ലണ്ടിലെ ഏകദേശം 25.6 മില്യൺ ഭവനങ്ങളുടെ 39.6% ഇതെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. നിലവിൽ വർധനയ്ക്കുള്ള ക്യാപ്പ് മൂലം ഏകദേശം 12.2 മില്യൺ വീടുകൾ വർഷത്തിൽ 2000 പൗണ്ടിന് മുകളിൽ കൗൺസിൽ ടാക്സ് നൽകുന്ന നിലയിലേക്ക് എത്തും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.